നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് ഉങ്ക പേരിന് സെന്തിൽ എന്ന് പറയുന്ന ചേട്ടനാണ്. അദ്ദേഹം പറയുന്നത് ഇവിടെ 4 തെരുവാണുള്ളത്. ഈ വീടൊക്കെ കണ്ട വളരെ ചെറിയൊരു വീടാണ്. പ്രാഥമിക ഇവർക്ക് കുടിവെള്ളം ഇല്ല കേട്ടോ. ഇവരെ പാടങ്ങൾ ഇത്ര വെള്ളം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. தமிழ்நாடு கவர்மெண்ட் சூப்பர் கவர்மெண்ட்டுங்க. எங்க நெல்லை பாருங்க அப்படியே எப்படி கிடக்குங்கிறத மட்டும் பாருங்க. ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കട്ടം, നമ്മൾ ഇന്നലെ കിടന്ന പമ്പ്. അപ്പോൾ ഈ ഒരു പമ്പിനകത്താണ് നമ്മൾ ഇന്നലെ കിടന്നത്. ഇവിടെയാണ് കിടന്നത്. ഇവിടെ ബെഡൊക്കെ ഇട്ട് ഫുള്ളിപ്പോഴും ബെഡൊന്നും എടുത്തിട്ടില്ല. അവളൊന്നും വീഡിയോ എടുക്കുവാണ്. അതായത് ബെഡൊന്നും മടക്കിയിട്ടില്ല. ഞാൻ ഇന്നലെ ഡ്രസ്സ് ഇവിടെ വീണ്ടും ഉണക്കി. പക്ഷെ രാത്രി മഴ പെയ്ത് ഡ്രസ്സ് വീണ്ടും നനഞ്ഞു. ഇപ്പോൾ ഇതിലെ കണ്ട മഴ പെയ്തതിൻ്റെ ഒരു പാട് നിങ്ങൾക്ക് കാണാം. ഇവിടെ വുഡിൻ്റെ മേലെ വെള്ളം നിൽക്കുക. ഞാൻ എന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊരു 2-2:30 ഞാൻ അറിയുന്നത് മഴ പെയ്യുന്നത്. 2-2:30 ഞാൻ അപ്പം വലിഞ്ഞെത്തി ഇറങ്ങി നോക്കുമ്പോഴേക്ക് ഇപ്പോഴത്തെ വെള്ളം നിന്നിട്ട് ആ വെള്ളം ഫുള്ള് എൻ്റെ നെറുവും തലയിൽ കൂടെ ആ ടീഷർട്ടും തിരിഞ്ഞു. പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കണം, ഒതുക്കി വെക്കണം. ഇതൊക്കെ ഇപ്പോൾ രാവിലെ ഇങ്ങനെ ആയതാട്ടോ, അലമ്പാക്കിയതാണ് ഞാൻ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ വണ്ടിൻ്റെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ താഴത്ത് 2 ഇറ്റ് ചാടിയിട്ടുള്ളൂ. ഇനി പോകുന്ന വഴിയിൽ എന്തായാലും നമ്മൾ വണ്ടി നിർത്തൂലേ, അപ്പോൾ അത് സീരിയസ് ആയിട്ട് നോക്കണം. ചായ പുറത്ത് കുടിച്ചാൽ അത് പച്ചവെള്ളം, മധുരട്ടൊരു വെള്ളം, അത്ര മാത്രമാണത്. ചായ പുറത്ത് കുടിക്കണം, നല്ല ടൈറ്റ് ആവുള്ളൂ. വേഗം കൊള്ളാം, എല്ലാം കൊണ്ട് സെറ്റാണ്. ഇനി ഈ സാധനം ബെഡൊക്കെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഓക്കെ ആവും. നമ്മളിന്ന് പോകുന്ന കേസിൽ ഞാൻ പറയാം. ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ കേട്ടോ. ഞാൻ ഇതുവഴി പോവുകയാണെങ്കിൽ നേരെ നാഗപട്ടണം. നമ്മൾ ഇന്നലെ പമ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നാഗപട്ടണം ഞാൻ കരുതിയിരുന്നു, പക്ഷെ പോകുന്നില്ല. നമ്മൾ ഈ ടോയ്ലറ്റ് കണ്ട, ഇത് നാഷണൽ ഹൈവേയുടെയാണ്. അപ്പൊ ഈ ഒരു ടോയ്ലറ്റിൽ നിന്നാണ് ഞാൻ ഇന്ന് രാവിലെ കുളിച്ചത്. ആ ടോയ്ലറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. പറയുകയാണെ പക്ക എന്ന് പറയാം. ഇത്രയും ക്ലീൻഡ് ആയിട്ട് നാഷണൽ ഹൈവേയിൽ ഇത് NH 38 ഞാൻ തോന്നുന്നു, 32 NH 32. പക്ക എന്ന് പറഞ്ഞാൽ പക്ക നല്ല ക്ലീനിങ് ആണ്. അപ്പൊ അവിടെ ചേട്ടൻ ഉണ്ടായിരുന്നു രാവിലെ തന്നെ. മൂപ്പരാണ് ക്ലീൻ ചെയ്യുന്ന ആള്. എന്തായാലും കൊള്ളാം. ഞാൻ ഇവിടുന്ന് പോകുന്നത് തഞ്ചാവൂർ റോട്ടിലേക്കാണ്, തഞ്ചാവൂർ ഭാഗത്തേക്കാണ് ഞാൻ പിടിക്കുന്നത്. പോകുന്ന വഴിയിൽ ഞാൻ ഒന്നിലേറെ നാഗപട്ടണത്ത് പോയിട്ട് അവിടെ ഈ ഉണക്കമീൻ്റെ പരിപാടികളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ കരുതിയായിരുന്നു. പക്ഷെ ഇതിന്റെ പ്ലാനിൽ ഞാൻ കുറച്ച് ദൂരം ഒന്ന് കുറക്കാവുന്ന കാരണം ഒന്ന്, നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ മോശമാണ്. നമ്മള് വണ്ടിക്ക് മാക്സിമം റെസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നാൽ പോലും വണ്ടിയുടെ കണ്ടീഷൻ മോശമായി. ഇത് എത്ര ദിവസത്തേക്ക് ഈ ഒരു സീലിംഗ് നിൽക്കുന്ന അറിയില്ല. അതായത് ആ ഒരു പശയുടെ പവർ എത്ര ദിവസത്തേക്ക് ഉണ്ടാവും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നേരെ തഞ്ചാവൂർ പെരിയ കോവിലൊന്ന് കയറാനല്ല കേട്ടോ. അതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തതാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ തന്നെ 1-2 പ്രാവശ്യം ഞാൻ തന്നെ പോയതാണ്. ഞാൻ വീഡിയോ ചെയ്തത് ഒരു പ്രാവശ്യം പോയാണ്, അല്ലാത്തൊരു പ്രാവശ്യം ഞാൻ പോയാണ്. അപ്പൊ അതുകൊണ്ട് തഞ്ചാവൂർ പെരിയ കോവിലൊന്നും നമ്മളുടെ ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവില്ല. ഇവിടുന്ന് ഏതാണ്ട് 105 കിലോമീറ്റർ ആണ് തഞ്ചാവൂരിലേക്ക്. നമുക്ക് ഉച്ചയാകുമ്പോഴേക്ക് എത്താൻ പറ്റുമെന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ സമയം 8:50 ആയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ എനിക്ക് കറി വെക്കാനുള്ള വെജിറ്റബിൾസ് കിട്ടുവാണെങ്കിൽ ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ കോളിഫ്ലവർ, കിഴങ്ങ് വേണ്ടി വരില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ തോരൻ വെക്കാനുള്ള, തോരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉപ്പേരി എന്ന് പറയാം, ഉപ്പേരിക്കുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അത് വാങ്ങണം. ഞാനൊരു ഉൾവഴി കയറിയിട്ടുണ്ട്. ഈ വഴി എവിടേക്കാണ്, എങ്ങനെയാണ്, എന്താണെന്നൊന്നും അറിയില്ല. കുറച്ച് ദൂരം പോയി നോക്കാം. ഷീറ്റ് കൊണ്ടും അതുപോലെ തന്നെ ടാർപ്പാളിയും കൊണ്ടും മറച്ച വീടുകളാണ് ഈ കാണുന്നത്. കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വീടുകളാട്ടോ. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. ഒരു ഹമ്പാണ് ഞാൻ ചാടിയത്, വമ്പൻ ചാട്ടം. ഇവിടെ 2 വഴി. നമുക്ക് ഇതിലൊന്ന് പോയാലോ, ഇതിലെ പോയാൽ അത് അപ്പോൾ ഗ്രാമത്തിന്റെ ഉള്ളിലേക്കുള്ള വഴിയായിരിക്കും. ഇവിടെ തന്നെ പക്ഷെ 2 റോഡ് വന്നാലേ അങ്ങനെയെങ്കിലും നമ്മൾ റൈറ്റ് എടുക്കും.
ഇത് ഏതാണ് ഏരിയ എന്നറിയില്ല. ഇവിടെ എന്തോ ഒരു തിരക്ക് ഒച്ചമ്പുളിയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു ചായക്കടയുണ്ട്. ഇതാണ് ചായക്കട കേട്ടോ. ഷീറ്റൊക്കെ ഇട്ട് നല്ല ഓല മേഞ്ഞ് ചായ ഇറക്കാ. ഒരു ചെറിയ കട. നമ്മൾ എന്താ കൊല്ലംകോടൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ കണ്ട നിങ്ങൾ. അതെന്ത് ഊരോടെ പേരെന്നെ? പുളാമേടാ. പുളാമേട് എന്ന് പറയുന്ന സ്ഥലമാണത്. സ്ഥലം ഞാൻ വന്ന് കേരള. നമ്മുടെ തെങ്ങിൻ്റെ ഓല ഉണ്ടല്ലോ, തെങ്ങിൻ്റെ ഓല കൊണ്ടാണ് ഇവർ ഈ ഒരു എന്താ പറയുക ചെറിയൊരു ചായക്കട നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മതിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയുക ഭിത്തികളുണ്ടല്ലോ, ചെറിയ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന, അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഏട്ടനുണ്ട്, ചായ കുടിക്കാൻ വന്നാന്ന് തോന്നുന്നു. ചായ എൻ്റെ ചായയല്ല, എൻ്റെ ചായക്ക് പവറില്ല. എൻ്റെ ചായ ചീഞ്ഞ ചായയാണ്. വെക്കുമ്പോഴത്തേന് ചീവാണ്. പിന്നെ ഇവിടുത്തെ ആളുകൾക്കൊക്കെ സൈക്കിളുണ്ടാവും. എൻ്റെ ചില്ലറ ആകെ 20 ഉറുപ്പിയുള്ളൂ. 20 ഉറുപ്പിയുമ്പോൾ ചായ ഒതുങ്ങൂലാവും. ഇതാണിപ്പോൾ നമ്മൾ ഇവിടുന്നൊക്കെ ഇറങ്ങിയ വഴിയാണത്. ഇവിടുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഇവിടെ ഒരു വീട്, ഇതിലൊക്കെ വീടുകൾ തന്നെയാണ്. കുപ്പി ഗ്ലാസ് ഒന്നുമല്ല, നല്ല സ്റ്റീൽ ഗ്ലാസ്സാണ്. സ്റ്റീൽ ഗ്ലാസ്സിലെ ചായയാണ്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പഴയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പ്ലാസ്റ്റിക് വരുന്ന പോലെയല്ല. ഇത് ഇദ്ദേഹം ഇങ്ങനെ പ്ലാസ്റ്റിക് ആയിട്ട് മാത്രമാണ്. ഇതുപോലെ വണ്ടി ഉണ്ട്. ഇതാണ് ഈ വണ്ടിമ്മ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ചില്ലറയല്ല. അപ്പോൾ ഇവിടുത്തെ അമ്മ നോക്കുവാണ്. അവർക്ക് 2 ചെറിയ കുടം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ചെറിയ കുടം. തേമാരെ ഒക്കെ വീടുകളാണ്. ചെറിയൊരു ചായക്കടയുണ്ട്. പുട്ടുണ്ട് അവിടെ. ഇത് ചെന്നെത്തുന്നത് എവിടേക്കാണെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സൈഡ്, നമ്മൾ കിടന്നിറങ്ങിയ ഹൈവേ ഉണ്ടല്ലോ, ആ ഒരു ഹൈവേ സൈഡ് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ണെത്താ ദൂരത്തേക്കുള്ള കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട്. എല്ലാം നെൽപ്പാടങ്ങളാണ്. ഓരോരോ കണ്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണൂല. എന്താണ് ഈ നടു റോട്ടിൽ ചെയ്യുന്നത് നീ? എടാ മോനെ, എണീറ്റ് പോടാ. അപ്പൊ അത്തരം കാഴ്ചകളാണ് ഗ്രാമങ്ങളിലേക്ക് നമ്മൾ കയറിയാലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത് അടുത്തൊരു ഗ്രാമമാണ്. ഇത് കൊപ്പാണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കൊപ്പാണ്ടി ഗ്രാമത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊപ്പാണ്ടി ഗ്രാമത്തിലെ ഒരു ചെറിയൊരു വീട്. കൊപ്പാണ്ടി ഗ്രാമത്തിൽ നല്ല വീടുകളും ഉണ്ട് കേട്ടോ. ഇതും തന്നെ ചെറിയ വീടുകളാണ് കൊപ്പാണ്ടി ഗ്രാമത്തിലെ. കൊപ്പാണ്ടി നല്ല പേരില്ല. ഇത് കിഴക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമം. ബോർഡ് കണ്ടില്ലേ? ഞാൻ ആ ബോർഡ് നോക്കിയിട്ട് നിങ്ങളോടും പറയണേ. കിഴക്കര ഗ്രാമത്തിലൊരു ക്ഷേത്രമുണ്ട്. ഗ്രാമത്തിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നു. നമുക്ക് ഇവിടുത്തെ ഏട്ടനോട് വെറുതെ ഒന്ന് അന്വേഷിക്കാം. കിഴക്കര വില്ലേജുകാർ പറയുന്നത് ഒരു കൃഷിയാണ് പ്രധാനമായിട്ടും ഇവരുടെ ജോലി. അതുപോലെ തന്നെ കുറച്ചു പേരൊക്കെ പുറത്തു പോയി ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലോ, അല്ലാത്തവർ മുഴുവനായിട്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികളാണ് ചെയ്യുന്നത്. കാരണം അത്ര കണ്ട് കൃഷിയിടങ്ങൾ ഇവിടെ ഉണ്ട് കാരണം. പിന്നെ കന്നുകാലി വളർത്തലും അതുപോലെ തന്നെ ഈ കൃഷി കഴിഞ്ഞിട്ട് അതിന്റെ വൈക്കോല് കിട്ടൂലേ, വൈക്കോല്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അതിൽ പണിയെടുക്കുന്നുണ്ട് അവര്. ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് വീണ്ടും നമ്മൾ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ഒരുപാട് ചെറു വഴികൾ ഉള്ളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ വെറുതെ ഒന്ന് പോയി നോക്കിയാലോ. എവിടേക്കാന്നൊക്കെ അറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും തിരിഞ്ഞിരിക്കണം. അവിടെ എവിടെയും പോയി തിരിച്ചാൻ പറ്റുമോ? നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന്, ഉങ്ക പേരിന് സെന്തിൽ എന്ന് പറയുന്ന ചേട്ടനാണ്. അദ്ദേഹം പറയുന്നത് ഇവിടെ 4 തെരുവാണുള്ളത്. അപ്പോൾ ഈ ഒരു 4 തെരുവിലും വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു വഴിക്ക് തന്നെ നടന്ന് പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഈ റോഡ് നേരെ പോയ ഹൈവേ തന്നെ കുമരാച്ചി ടൗണാ? ടൗണ് അങ്ങിருந்து ഹൈവേ தஞ்சாவூர் போகிற வழி. தஞ்சாவூர் திருச்சி கேரளா அப்படி போகலாம். திருப்பூர். അപ്പോൾ ഇവിടുന്ന് ഈ വഴിയിലൂടെയാണ് അവർ പോകാൻ വേണ്ടി പറയണേ. ഇവിടെ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് ഈ ഒരു തെരുവിലുണ്ട് എന്നാണ് പറഞ്ഞത്. 4 തെരുവാണത് ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ അതിലൊരു തെരുവിൽ മലയാളികളുണ്ട് എന്നാണ് പറഞ്ഞത്. മലയാളികളല്ല, കേരളത്തിൽ പണിയെടുക്കുന്ന ആളുകൾ. അപ്പോൾ നമുക്ക് വെറുതെ കയറി നോക്കാം. നമ്മുടെ വണ്ടി എനിക്ക് അവിടെ നിർത്തി പോരാനൊരു മാറ്റി. ഒരുപാട് ദൂരമുണ്ട്, കുറച്ച് ദൂരമുണ്ട്. നമ്മൾ കണ്ണിൽ കാണൂല. കണ്ണിൽ കാണാത്തവർക്ക് വണ്ടി നിർത്തി പോന്നാൽ ചിലപ്പോൾ ഗ്രാമമാണ്, ഗ്രാമത്തിലെ ആളുകൾ അവരൊന്നും ചെയ്യില്ലായിരിക്കാം. എന്നാലും എനിക്ക് ഒരു
ധൈര്യക്കുറവ്. ഇത് നല്ല ഏരിയ ഉണ്ട്. അവസാനിച്ചോ? ഏതാണ്ടൊക്കെ അവസാനിച്ചു. അതിനകത്തേക്കത് കയറുവാണ്. ഇനി ബാക്കി പത്രത്തിനകത്ത് കൂടെയാണ് കളികൾ. വീടുകളൊക്കെ ഉണ്ടോ? CPIM ഓഫീസ്. അത് ഉള്ള കളിട്ടാ. CPIM നമ്മുടെ ഈ ഒരു ഗ്രാമത്തിനകത്ത് കൂടെ പോകുമ്പോൾ ചെറിയ ചെറിയ വീടുകൾ കണ്ടോ? അതൊക്കെ വീടുകളാണ്, നിങ്ങളത് ഓർക്കണം. ചെറിയ ചെറിയ വീടുകൾ, ആളുകളൊക്കെ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ. ഇവിടെ എവിടെയൊക്കെ തിരിക്കാൻ വേണ്ടി പറ്റുമോ വണ്ടി എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പൊക്കോണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ വീടൊക്കെ കണ്ട വളരെ ചെറിയൊരു വീടാണ്. പ്രാഥമിക ഇവർക്ക് കുടിവെള്ളം ഇല്ല കേട്ടോ. ഇവരെ പാടങ്ങൾ ഇത്ര വെള്ളം ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. ഇവർക്ക് കുടിവെള്ളമില്ല. റോഡ് അവസാനിച്ചു എന്നൊക്കെ തോന്നുന്നു. റോഡ് ഇവിടെ അവസാനിച്ചോ ഇല്ല. ഇവിടെ ഒരു വീടുണ്ട്. കുളിக்கிறீங்களா ഇതോ ആ വീട്. ശരി, ഞാൻ പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹം കുളിക്കുവാണ്. കുളിക്കണോടത്ത് വിളിച്ചാണ്ടാണ് ഞാൻ. ഈ ഓട്ടോറിക്ഷ ആയതുകൊണ്ടുള്ള ഗുണതാണ്, ബൈക്ക് കൊണ്ടുപോകുന്ന പോലെ വില്ലേജിനകത്ത് കൂടെ ഇങ്ങനെ വണ്ടിയും കൊണ്ട് സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഇറങ്ങി കാണണമെന്നില്ല, മനസ്സിലായോ? എന്നാൽ തന്നെ നമ്മൾക്ക് ഇവിടുത്തെ ജീവിത രീതികളൊക്കെ കാണാം. നമ്മൾ അപ്പുറത്തെ തെരുവ് കൂടെ കയറിയിട്ട് ഇപ്പുറത്തേക്ക് എത്തി. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത. തെരുവാ റോഡുകളാണ്. ഇവരൊക്കെ ഇന്നെ കുറച്ച് ഭയാനകത്തോടെ നോക്കുന്ന ആളുകളുണ്ട്, ക്യൂരിയോസിറ്റി നോക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ആരൊക്കെ കേരളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെയാണ് വീടുകളുടെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ. വളരെ ശോചനീയാവസ്ഥയാണ്. നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ഞാൻ തിരിക്കുവാണ്. ഞാൻ നേരെ ഹൈവേ കയറട്ടെ. ഞാൻ നേരത്തെ തൊട്ടേ പറയുന്നൊരു കാര്യമുണ്ട്, വിശപ്പ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹൈവേ കയറുവാണ്. പിന്നെ ഈ ഒരു ഗ്രാമത്തിന്റെ ഞാൻ കണ്ട കാഴ്ച പറയുവാണെങ്കിൽ, ഇവർക്ക് കറണ്ട് ഉണ്ട്, കുടിവെള്ളം ഇല്ല, പിന്നെ ടോയ്ലറ്റ് ഇല്ല. അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഇല്ലായ്മ. ഇവിടെ നമ്മൾ എത്ര കണ്ട് ഇതാക്കിയത്, തമിഴ്നാടാണത്, നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമാണ്. പക്ഷെങ്കിൽ ഇവരുടെ വീടുകളിലേക്കുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ളതുമായിട്ടുള്ള ഒന്നും തന്നെ ഗവൺമെന്റ് എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറെ സങ്കടകരമായിട്ടുള്ള കാര്യം. സ്വച്ഛ് ഭാരത് അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ഗ്രാമങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് കൂട്ടമായിട്ട് ടോയ്ലറ്റുകൾ. അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത് ആര് ശ്രദ്ധിക്കരുത്, അതാണ് പ്രശ്നം. അതാണെങ്കിൽ ഞാൻ ഇവരുടെ ഒരു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. நான் போறேன். இந்த நான் தஞ்சாவூர் போறேன். பைபாஸா? இந்த ரோடுக்கு வந்து பைபாஸுக்கு போங்க. அங்கிட்டா திருச்சி வருமா? திருச்சி ஒன்று வரும். லெஃப்ட் எடுத்தீங்கன்னு வச்சுங்க, பாலம் ஏறும், திருச்சி ஏறும். ஒரே ஒரு நேரம் தஞ்சாவூர் தான். சரிப்பா. இந்த டவுனுக்கு என்ன பேர் சொல்றது? குமராட்சி டவுனா? சரி, நான் பாக்குறேன். லெஃப்ட்ல போங்க, கடை இருக்கும். சரி, நான் வரேன். சரி. അപ്പോൾ കുമരാച്ചി കണ്ടോ ടൗണിൻ്റെ പേര്, ഞാൻ മറന്നിട്ടില്ല. കുമരാച്ചിയിൽ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. കുമരാച്ചി കടലൂർ ഡിസ്ട്രിക്ട്, കടലൂർ മാവട്ടം ഉണ്ടോ? ഞാനിവിടെ ചിക്കൻ കടയുണ്ട്. എന്തൊക്കെയായാലും 230 റുപ്യാണ് ചിക്കൻ വില. ഞാൻ 100 റുപ്യക്ക് വാങ്ങുന്നുണ്ട്. കുറച്ച് ചിക്കൻ പൊരിച്ചും വെക്കാം. കുറച്ച് ചിക്കൻ പൊരിച്ചിട്ട് കുറച്ച് ചിക്കൻ കറിയും വെച്ചിട്ട് ടൈറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. ചിക്കനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ, എന്നാൽ പോലും ഞാൻ അങ്ങനെ ചെയ്യാനാണ് കരുതുന്നത്. ഞാൻ ചിക്കൻ വാങ്ങിയപ്പോഴേ ഇതൊരു 30,000 രൂപ വരും. ചിക്കൻ വാങ്ങിയപ്പോൾ കണ്ട ഒക്കെയാണ്. അപ്പോൾ മൂപ്പര് ഞാൻ കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞൊരു ക്യൂരിയോസിറ്റി. ഇപ്പൊ റെക്കോർഡിങ് ആർക്ക് கீழே இறங்கி பிடிக்கணும்னா பிடிக்குவேன். இந்த ஷாப் எல்லாம் எடுத்துருக்கோம். இது கூட போதுமானது இல்ல, கீழே இறங்கும். அங்க எல்லாம் வில்லேஜ் எல்லாம் இறங்கிட்டேன். எல்லாத்துக்கும் வண்டி போகாது. அந்த மாதிரி மலை எல்லாம் ஏறணும்னா வண்டி போகாதுல்ல. அப்படியே இடங்கள்ல எல்லாம் நாம இறங்கிதான் வீடியோ எடுக்கும். ஹெல்ப்பர்லாம் ஆளு கிடையாது. எதுக்கு ஹெல்ப்பர்? நானே எனக்கு ஹெல்ப்பர். சரி, நான் வரேன். உங்க பேர் என்ன சொன்னீங்க? அகமது. வேணாம், நானு ஹைவே சென்று சேரணும். சரி, வரட்டா? இது நேஷனல் ஹைவே
81 പോയി ചാടുന്ന റോഡല്ല, നാഷണൽ ഹൈവേ 81 ആണ്. ഓക്കെ, ഞാൻ കയറിയിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ടത് വെള്ളം കിട്ടണം, അതുപോലെ തന്നെ നല്ലൊരു സ്ഥലവും കിട്ടണം ബുക്ക് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഗ്രാമങ്ങളിലില്ലേ. ഞാൻ അവിടെയൊക്കെ ചോദിക്കണ്ടേ, അവിടെയൊക്കെ പൈപ്പുകൾ ഉണ്ടാവേണ്ടാണ്. അവിടെയൊക്കെ പൈപ്പുകളുണ്ട്. രാവിലെ 8 മണി വരെ ഉള്ളൂ വെള്ളം, 8 മണി 8:30 വരെയൊക്കെ വെള്ളം ഉള്ളൂ. ആ നേരത്ത് പിടിച്ചു വെക്കണം എന്നാണൊക്കെ അവർ പറയണത്. അപ്പൊ നമുക്കത് നടന്നില്ല. ഈ ഒരു കടലൂർ ജില്ലയിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഈ വില്ലേജ് ഏരിയകളൊക്കെ ശോകമാണ് അറിയാം. അപ്പൊ ഞാൻ എവിടുന്നേരൊക്കെ വെള്ളം കിട്ടുമോക്കട്ടെ. വെള്ളം കിട്ടിയാലൊക്കെ കുക്കിങ് തുടങ്ങാൻ തന്നെ പറ്റുള്ളൂ. എനിക്ക് പാത്രങ്ങൾ അടക്കം കഴുകാണ്ട്. ഇവിടെ ചെറിയൊരു തട്ടുകട കാണുന്നുണ്ട്. ഒരിടത്ത് വല്ലതും ഉണ്ടോ ചോദിച്ചോട്ടെ. ആ സാപ്പിടത്തേക്ക് ഇരിക്കാ ഒരിടത്തുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ നിന്നാണ് സൈഡാക്കാം. ദോശ இருக்கா? ദോശ இருக்கா? ഇഡ്ഡലി பூரி இருக்கா? ஆ பூரி போடு. சாப்பிட போகிறேன். வீடு இருக்கு. இது நான் கேரளா ஊர் சுற்றி பார்த்துக்கிட்டு இருக்கோம். அப்படியே என்ன இருக்கு? வேற ஒன்றும் இல்லை. കുംഭകോണം 45, തഞ്ചാവൂർ 96, തിരുച്ചിറപ്പള്ളി 126 കേട്ടോ. അപ്പം അതാണ് ദൂരം കാണിക്കേണ്ടത്. ഞാൻ വീണ്ടും കൺഫ്യൂഷനാണ് റൂട്ടിൻ്റെ കേസിൽ. ഞാൻ പറയാം. ആദ്യം നമുക്കിപ്പോഴും വെള്ളം കിട്ടിയില്ല. ഇപ്പം സമയം 11 മണിയായി. ആ നേരെ കാണുന്ന ഫാൻസി അല്ല, അതിൻ്റെ അപ്പുറത്ത് ആ പഴയൊക്കെ തൂങ്ങി കിടക്കണല്ലേ, ആ കടയിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടിയത് കേട്ടോ. വെള്ളത്തിന്റെ ക്യാനാണ്, അതായത് 20 ലിറ്ററിന്റെ ക്യാന്. അതാ ഞാൻ വാങ്ങിച്ചത്. നമ്മള് ഗ്രാമത്തിലൊക്കെ ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് ഫ്രീ വെള്ളമല്ല, 40 രൂപ വെള്ളത്തിന്. അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് NH 36 എന്താ പറയാ, ഇത് ഫ്ലൈ ഓവറിന്റെ മേലെയൊക്കെ 999 ആണ് വരുന്നത്. താറ്റിക്കാട്ട് 999. ഓക്കെ, സർവീസ് കയറിയതാണ്. പക്ഷെ ഇവിടുത്തെ വീടുകളിലൊക്കെ ഈ വേപ്പാണല്ലോ കുഴിച്ചിട്ടുള്ളത്. അതൊന്നും കറിവേപ്പല്ല, കറിവേപ്പിന്റെ ഇലയല്ല, വെറും വേപ്പിന്റെ ഇല. ആ കഴിച്ചനല്ല, അതാണ് കുഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് വിട്ടുന്ന കണ്ട കറിവേപ്പില തന്നെ. ഞാനത് കരുതിയാണ്ട് കുറെ അടുത്ത് സ്ലോ ആക്കി. ചെങ്ങന്മാരെ ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാലത്തിന്റെ മേലെയാണ്. ആ പാലത്തിന്റെ അടിയിലൂടെ ഒഴുകുന്നത് കൊള്ളിടം റിവറാണ്. വലിയൊരു നദിയാണ്, ധാരാളം വെള്ളമുണ്ട്. സെറ്റപ്പാ. ഇവിടെ ചേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ, ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ ചോട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റുമോ? കുക്ക് ചെയ്യാൻ പ്രശ്നം, പക്ഷെ നല്ല കാറ്റ് വരും എന്നറിയാം. കാറ്റുണ്ട്. നമുക്ക് ഒരു ഫ്ലൈ ഓവറിൻ്റെ ഇവിടേക്കായിട്ട് പില്ലറിൻ്റെ അടുത്തൊക്കെ വെക്കാം. പക്ഷേ എങ്കിൽ വേറെ പ്രശ്നമുണ്ടോ, ഫ്ലാഷ് ഓണല്ലേ. ഫ്ലാഷ് ഓൺ ആയാലും നിങ്ങൾക്ക് കാണുള്ളൂ. ഇതിപ്പോൾ സീരിയസ് മാറ്ററാണ്, നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഞാനൊരു തലയിടട്ടെ. കണ്ടെങ്കിൽ ഇതാണ് ഓയിലിൻ്റെ ലീക്ക് എന്ന് പറയുന്നത്. ഇത് ഫ്രഷാണ് ഇപ്പോൾ. ഇന്നലത്തെയും കാട്ടിലും കുറച്ച് കൂടുതലാണ്. ഉണ്ടോ, മോട്ടറും കൂടെ ഒക്കെ ആയിന്. ഇതാണ് അതിൻ്റെ ഉറവ. ഇവിടെ ഈ മേൽഭാഗം ഇവിടെ ഇങ്ങനെയായിട്ടാണ് ഉറവുള്ളത്. ആ ഉറവ അതിലങ്ങനെ ഓയിൽ വലിച്ച് ഇതിലുണ്ടോ, ഇതിലൊഴിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ചാടി കിടക്കണമെന്ന് കാണാനില്ല. ഏതായാലും ഞാൻ കുക്ക് ചെയ്തിട്ട് നമുക്ക് ചാടുന്നുണ്ടോ നോക്കാമല്ലോ, ചാടി കിടക്കുന്നുണ്ടോ നോക്കാം. ആദ്യം നമ്മളെ ഡ്രസ്സൊക്കെ ഒന്ന് തോരട്ട് വരട്ടെ കേട്ടോ.
ഇതിലാണ് ആ കാറ്റ് വരുന്നത്. ഈ ഇടായിക്ക് നല്ല കാറ്റാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, 1.5 ഗ്ലാസ് അരി ഇട്ടാണ്ട്. ഇവിടെ പില്ലറിൻ്റെ മറവിൽ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആൾക്കാർ, ഇഷ്ടംപോലെ ആളുകളാണ്. ഇവിടെ ഇടയിൽ ഇരുന്നാണ് ഞാൻ ഈ കുക്ക് ചെയ്യണത്. വേറെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഒരു പ്രൈവസി കുറവുണ്ട് ഇവിടെ. ചിക്കൻ പൊരിച്ചാൽ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്തില്ല കാല്. ഇത് ജഗതിയാക്കേണ്ടി വരുമല്ലോ. നമുക്ക് പൊരിക്കാനായിരുന്നു. ഒരു വല്ലുള്ളി, ഒരു തക്കാളി, ഒരു 2 ചെറുള്ളി, മുളകൊക്കെ ഉണക്കുളകായി, പിന്നെ വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്. ഇത്ര മാത്രമേ നമുക്കുള്ളൂ. കറിവേപ്പില കുറേ തിരഞ്ഞ് കിട്ടിയില്ല. അത് പിന്നെ അത് നോക്കണ്ട. ഉള്ളത് കൊണ്ടുള്ളൊരു ചിക്കൻ കറി അത്രേ ഉള്ളൂ. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴുകിയതാട്ടോ. ഇവരിത് വന്ന് ചോദിക്കുവാണ്, അന്വേഷിക്കുവാണ് എന്നോട് എന്താണ് പരിപാടി, എങ്ങനെയാണ്, എന്താണെന്നുള്ളത്. യൂട്യൂബറാണെന്ന് അവർക്കറിയാം, പക്ഷേ കുറേ ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുവാണ്. പിന്നെ ഒരു പറയുകയാണ്, എന്നെ കണ്ട കേരളത്തിൽ ആളന്മാരില്ലല്ലോ, തമിഴന്മാരെ മാതിരി തന്നെയാണ് എന്നാണ് പറയണത്. സംഗതി എന്തൊക്കെയായാലും എനിക്കിവിടെ കുറേ കമ്പനികളായിട്ടപ്പോൾ വലിയ ഏരിയയാണ്. കാണുന്നുണ്ടാ അല്ലേ? കണ്ടോളി. ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ. ഇനി നമ്മൾക്ക് ചോറ് വിസിലടിക്കുന്നുണ്ട്. അത് ഊറ്റിയിട്ട് എടുത്ത് വെച്ചിട്ട് ഇത് വെക്കാം. സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. തക്കാളി ഒരു മുറിയെ എടുത്തിട്ടുള്ളൂ, അതടക്കട്ടെ. അത് നമുക്ക് ചിക്കന് ഇത് പൊരിക്കാനാണ്. ഇത് ഈ കണ്ടം പൊരിക്കാനായി പീസ്. അതുപോലത്തെ പൊരിക്കാൻ വേണ്ടിയിട്ടൊരു 4-5 പീസ് മാറ്റി വെക്കാം. നമുക്ക് നാളെ ഉപയോഗിക്കാമല്ലോ. പൊരിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മസാല ആറ് പ്രശ്നമുണ്ട്. തക്കാളി, ഉള്ളി, മഞ്ഞൾ, കുരുമുളക്, കിടക്കട്ടെ, ചിക്കൻ മസാല, ഉപ്പ്, വെളിച്ചെണ്ണ മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കൻ്റെ കറി ആയിട്ടുണ്ട് കേട്ടോ. അടക്കട്ടെ. അടുത്തായിട്ട് നമ്മൾ ചിക്കൻ പൊരിയ വെളിച്ചെണ്ണ ഇറക്കുവാണ് ഞാൻ. പിന്നെ ശരിക്കും ചൂടായില്ല അല്ലേ? ആ ചീ പറഞ്ഞില്ലല്ലോ. ചിക്കൻ പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരുത്തൻ കിടക്കുന്നുണ്ട്. പണി തരും അറിയില്ല. എന്തായാലും ഞാൻ നമ്മുടെ ഡ്രസ്സ് ട്രൗസറാണല്ലോ ഇപ്പോൾ ആറി കിടക്കണേ. നമ്മുടെ ഡ്രസ്സേ ഉണക്കാൻ വേണ്ടി ഇട്ടായിരുന്നത്. നല്ല വെയിലല്ലേ? ഇതൊക്കെ പാൻറ്റ് മാത്രമേ സീൻ ഉണ്ടാവും. പാൻറ്റും ഓക്കെ. ഞാൻ ചാപ്പിട്ടാലോ? ഇതാട്ടോ നമ്മൾ ചിക്കൻ കാല് പൊരിച്ചത്. കുഴപ്പമില്ല. ചിക്കൻ കറി ഉപ്പ് കൊഞ്ചുകൊണ്ട് കയറി പോച്ച്. ഉപ്പ് കുറച്ച് കൂടി. എന്തെങ്കിലുമൊക്കെ ഒന്നില്ലാക്കൂല ചിക്കൻ കറി വെക്കുമ്പോഴേ. എന്നിട്ട് എത്ര കണ്ട് വെച്ചാലും ഇൻ്റെ റെഡി ആവില്ല. ഇൻ്റെത് ഇങ്ങനെ അല്ല അറിയില്ലേ? എന്താ ഇപ്പോൾ കാട്ടുന്നത്? ഏതായാലും തിന്ന് നോക്കാൻ മതി. ചോറും കൂട്ടി കഴിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് പാകയില്ല. ആവും. ഇവിടെ ഞാൻ കുക്ക് ചെയ്തപ്പോൾ ഒരു ഏട്ടൻ വന്നത്. അപ്പോൾ മൂപ്പര് എന്നോട് കുറേ നേരം വർത്താനം പറഞ്ഞു. മൂപ്പരിനോട് ചോദിച്ചാൽ എവിടെ കിടക്കും ചോദിച്ചു. നമ്മൾ വണ്ടിയിലെ കിടക്കില്ല പറഞ്ഞു.
വണ്ടി എവിടെ സൈഡാക്കി കിടക്കും വെച്ചു. ഞാൻ അങ്ങനെ പെട്രോൾ പമ്പ്, വില്ലേജ് സൈഡ്, അതുപോലെ തന്നെ പിന്നെ ഏത് ലാഭം അങ്ങനെയൊക്കെയാണല്ലോ. നമുക്ക് പറഞ്ഞു ആ മുപ്പത് എടുത്തേക്ക് പറയാം. വില്ലേജ് സൈഡ് കടക്കേ ചെയ്യരുത്, ഇവിടെ എവിടെയും വില്ലേജ് സൈഡ് കടക്കരുത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചപ്പോൾ ഒന്നുമില്ല, സേഫില്ല, ഇത് പെട്രോൾ പമ്പിൽ നിന്നുകൊണ്ടു, അതാണ് ഏറ്റവും സേഫ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞാൽ എന്ത് സംഭവം എന്നറിയില്ല. എന്താ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ സമയം ഒരുപാടായിട്ടോ, സമയം 3:15, 3:15 നേരമാണപ്പോൾ. വെയിലില്ല, ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, രാത്രിയായാൽ മഴ പെയ്യും. ചേവര ഞാൻ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, അപ്പോഴാണ് ഒരു ചേട്ടൻ, എന്താണെനിക്ക് മനസ്സിലായില്ലട്ടത്, ഇല്ല ഞാൻ കേരള മലയാളത്തിൽ പേസിക്കിട്ടിരിക്കോ. അപ്പോൾ എന്താണ് സംഭവം മനസ്സിലായി, കറുത്തൊരു സാധനമാണ് കണ്ടത്, പക്ഷെ ഇത് നെല്ലാണ്. അദ്ദേഹം പറയുന്നത് ഇത് നനഞ്ഞു പോയി, ചാക്ക്. എന്നാച്ച് നെല്ല് എടുക്കലയാ, അതിനാലത്തെ ഇത് ഇപ്പിടിയാച്ചാ. ഓ, നമ്മൾ കഴിഞ്ഞൊരു ദിവസം നെല്ല് എടുത്തതാണ് നമ്മൾ കണ്ടത്. പക്ഷേ എങ്കിൽ ഇന്നൊരു കർഷകൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇതേ 2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തുണ്ടാക്കിയ നെല്ലാണ് ഈ ഒരു നെല്ലെന്ന് പറയുന്നത്. ഈ ഒരു നെല്ല് ഇവിടെ ഗവൺമെൻറ് എടുക്കാതെ അങ്ങനെ കണ്ട് എന്താ പറയുക, ഈ ഒരു ധാന്യങ്ങളെല്ലാം വെള്ളം നനഞ്ഞ് കേടുവരുന്നൊരു കാഴ്ചയാണ് ഈ കണ്ടത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഒരു സങ്കടം നന്നായിട്ടുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ തന്നെ വളരെ സങ്കടപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താ ചെയ്യലേ, എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അതേ ഈ ഒരു കർഷകർക്ക്. ഞാൻ തമിഴ്നാട് നമ്മളിപ്പോൾ അടുത്ത നെല്ല് എടുക്കുന്നത് കണ്ടില്ല, അപ്പോൾ ഞാൻ കരുതി ഇവരെ എല്ലാവരുടെയും നെല്ല് എടുക്കുന്നതാണ്. എങ്കിലും ഇങ്ങനത്തെ സങ്കടകരമായിട്ടുള്ള കാഴ്ച ഉണ്ട് കേട്ടോ എങ്ങനെ. ഓ, അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമമായി. കാരണം എത്രയോ ഏക്കറിൽ എത്രയോ ദിവസം ജോലി ചെയ്തുണ്ടാക്കിയ സാധനമാണത്. എന്നിട്ട് അവർക്ക് കിട്ടുന്നൊരു ഫലം, എല്ലാ നെല്ലും എടുക്കണ്ടേ അങ്ങനെയാണെങ്കിൽ. ചോടാ, വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ച. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ മൂപ്പര് പറഞ്ഞതിനോട് ഇത് മാർക്കറ്റിക്ക് ഇനി ഉള്ള റേറ്റിൻ്റെ പകുതി വിലക്ക്, അതായത് കിലോന് 20 രൂപ കിട്ടുന്നതാണെങ്കിൽ ഒരു 15 ഒരു 10-8 ഉറുപ്പ്യക്കൊക്കെ കിലോന് വെച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഇത് ആളുകൾ ഇനി എടുക്കുള്ളൂ എന്നാണ് മൂപ്പര് പറയുന്നത്. നല്ല നെല്ലായിരുന്നു, പക്ഷേങ്കിൽ ഇത് ചാക്കിൽ കെട്ടി അങ്ങനെ എടുത്ത് വെച്ച് ആയതാണത്. ഇങ്ങനെ നനവാണത്, നനവാ, ആ ഭാഗത്ത് നനഞ്ഞ് കിടക്കുകയാണ്. சொல்லுவீங்க நீங்கள் தமிழில் சொல்லுங்கள், கேரளா ஆளுங்களுக்கு புரியும். இது என்ன ஆச்சு, எப்படி இந்த மாதிரி ஆச்சு அப்படியெல்லாம்? தமிழ்நாடு கவர்மெண்ட்டு சூப்பர் கவர்மெண்ட்டுங்க. எங்கள் நெல்லை பாருங்கள் அப்படியே எப்படி கிடக்குங்கிறத மட்டும் பாருங்கள். முக ஸ்டாலின் அருமையாக தமிழ்நாடு மக்கள் திரும்ப முக ஸ்டாலினுக்கே திமுகவுக்கே ஓட்டு போடணும். ஓட்டு போட்டால் தான் இந்த கவர்மெண்ட் இதே மாதிரி அடுத்த வருஷமும் இல்லை, இந்த வருஷம் ஆட்சி வந்துடும். அடுத்த வருஷம் ஆட்சி வரும்போது இன்னும் 5 வருஷம் இதே மாதிரி தான் நாங்கள் விவசாயி வந்து காய வச்சுக்கிட்டு இருக்கோம். താങ്ക്സ്. അതെ, സംഭവം സങ്കടമാണ്. മൂപ്പര് പറയണം എന്താ വെച്ചാൽ, അത്ര കണ്ട് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ ഒരു സാധനം ഇതിവിടെ ഉണക്കുക, റോട്ടിലിട്ട് ഉണക്കുക. സംഭവിച്ചെന്താ വെച്ചാൽ, ഇതിപ്പോൾ ഇങ്ങനെ നനയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഇന്നലെ ഉണക്കി, രാത്രി മഴയാണ് ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്തപ്പോൾ ഈ സാധനം ഫുള്ളായിട്ട് നനഞ്ഞ് ഇവരിത് മാർക്കറ്റിൽ എടുക്കാത്തത് കൊണ്ടാണ്, അതായത് ഗവൺമെൻറ് ഇത് എടുക്കാത്തത് കൊണ്ടാണ് ഇത് ഉണക്കിക്കൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഗവൺമെൻറ് ഒന്ന് കളിയാക്കിയതാണ്. അടുത്ത ഇലക്ഷൻ വരുവാണ്, എല്ലാവരും വോട്ട് ചെയ്യി, എല്ലാവരും ഐക്കനെ കുത്തി കൊടുക്കി, ഇനി ഓലെന്നെ ഭരിച്ചട്ടെ, അപ്പോൾ ഇതേമാതിരി ഞങ്ങളുടെ നെല്ല് ഒക്കെ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുമല്ലോ, എല്ലാവർക്കും അതല്ലേ കാണണ്ടെന്നുള്ളൊരു മൈൻഡാണ് മൂപ്പരിപ്പോൾ സംസാരിച്ചത്. എന്തായാലും കണ്ടപ്പോൾ നിർത്തിയതാണ്. ശോകമാണ് അല്ലേ, ബുദ്ധിമുട്ടായി കണ്ടത്. റോട്ടിൽ ഒരുപാട് പൂക്കൾ, അതുപോലെ തന്നെ പൂ കെട്ടിയ മാലയാണ്. ആ മാല പിന്നീട് വണ്ടികൾ കയറിയിട്ട് ചതഞ്ഞരഞ്ഞ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ഈ കാഴ്ച നിങ്ങൾ തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഇവിടെ ഒരു മരണം സംഭവിച്ചിരുന്നു. അപ്പൊ ആ ഡെഡ് ബോഡി ഇതുവഴി പാസ്സാകുന്ന നേരത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ് പൂവ് ഒക്കെ ഒഴിവാകുന്നത്. കുംഭകോണം കഴിഞ്ഞിട്ടോ, കുംഭകോണം ടൗണിലേക്ക് ഞാൻ കയറിയിട്ടില്ല. ടൗണിന്റെ പുറത്തു കൂടെ പോകുന്ന ഹൈവേ ആണ്. പൊതുവെ ഹൈവേകളൊക്കെ ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടായിരിക്കും പോകുന്നത്. നമുക്ക് ഹൈവേയിൽ നിന്ന് ടൗണിലേക്ക് പോകാനുള്ള സർവീസ് റോഡും മറ്റുള്ള റോഡുകളൊക്കെ ഉണ്ടാവും. എങ്കിലും ഞാൻ പോകുന്നില്ല കുംഭകോണം ടൗണിലേക്കൊന്നും. ഞാൻ നേരെ ഹൈവേ പിടിക്കുവാണ്. ഏതാണ്ട് ഇപ്പോൾ 4-4:30 ആയി സമയം. ഈ ഹൈവേ തന്നെയാണ് ഞാൻ പോകുന്നത്, വേറെ എവിടേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല.
രാവിലെ ഇറങ്ങിയെന്നല്ലാതെ പിന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഇനി ഞാൻ എവിടെയെങ്കിലൊക്കെ സൈഡാക്കാൻ പറ്റുന്നതാണെങ്കിൽ സൈഡാക്കും. ഇപ്പോൾ അതിലൊക്കെ പുതിയ നനവാണ് കിടക്കുന്നത്. അതിൽ മിനിറ്റുകൾക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏതായാലും ഞാൻ ഒരു ടോൾ പ്ലാസ, അതായത് വെമ്പുകുണ്ടി ടോൾ പ്ലാസ, വടച്ചോനെ വെമ്പുണ്ടി ടോൾ പ്ലാസയിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ടോൾ പ്ലാസയിൽ നമ്മുടെ വണ്ടി ഞാനോട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു അവിടെ ഇട്ടോളി കുഴപ്പമില്ല, സേഫാണ്, നല്ല ഏരിയ ആണെന്നൊക്കെയാണ്. ഞാൻ തന്നെ 5 മണിയായി ഇനിയിപ്പോൾ എവിടേക്ക് പോകണം. ഞാൻ പോയി കഴിഞ്ഞാൽ തഞ്ചാവൂർ പോയി കയറും, തഞ്ചാവൂർ ടൗണിൽ പോയി കയറി കഴിഞ്ഞാൽ പിന്നെ തീരെ നമുക്ക് നിൽക്കാനുള്ള സ്ഥലം കിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്നിവിടെ നിന്നിട്ട് നാളെ രാവിലെ തഞ്ചാവൂരിൽ ഇതൊന്ന് കാണിക്കാമെന്നാണ് കരുതുന്നത്, ഈ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എൻ്റെ നാട്ടിൽ എൻ്റെ വർക്ക്ഷോപ്പുകാർക്ക് വിളിച്ചപ്പോൾ ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ പാക്കിങ് മാറ്റി കൊടുത്താലും മതി, ഇപ്പോൾ തൽക്കാലം പാക്കിങ് മാറ്റി കൊടുത്താൽ മതി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് നാട്ടിൽ വന്നിട്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഇവിടുത്തെ ആളുകൾ, ഞാൻ അവിടെ ഇന്നലെ ചോദിച്ചു കൊടുത്ത് പാക്കിങ് മാത്രം മാറ്റാൻ വേണ്ടിയിട്ട് അവർ തയ്യാറല്ല. അവർ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പോയിട്ടുണ്ടാവും അറിയില്ലല്ലോ എന്നൊക്കെ പറയണേ. അപ്പോൾ ഞാൻ നാളെ തഞ്ചാവൂരിൽ അന്വേഷിച്ചിട്ട് പാക്കിങ് മാറ്റാൻ മാത്രം പറ്റുവാണെങ്കിൽ സ്വന്തം റിസ്ക്കിലാണ്, ഓൺ റിസ്ക്കാണ്, നമ്മൾ ആ റിസ്ക്കിൽ നമ്മൾ ചെയ്യുക എന്നാണ് കരുതുന്നത്. പാക്കിങ് മാത്രം മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ ചായക്കട അങ്ങനെ ഒന്നുമില്ല, ഒരു ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു, ചായ എൻ്റെ കയ്യിലില്ലതാണ്. അപ്പോൾ പിന്നെ ചായക്കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചായ കൂടി ഇല്ല. ഞാനിവിടെ അങ്ങനെ ചുരുണ്ട് കൂടാനുള്ള പരിപാടി. ഇതൊരു വില്ലേജ് ഏരിയ ഒന്നുമല്ല. പിന്നെ അത് മാത്രമല്ല, ഈ റോട്ടിൽ ഇതില്ല, പെട്രോൾ പമ്പുകളൊന്നുമില്ല. വില്ലേജ് ഏരിയകളുണ്ട്, അതും തന്നെ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പോകണം, ഈ പുറത്തു കൂടെ അല്ല, ഒക്കെ റോഡിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പോകണം. സമയം 9:30 ചോറിനാണ്. ഇതിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടിയിട്ട് വേറെ ഒരുത്തനും വന്നിട്ടുണ്ട്. എന്താ നമ്മുടെ ചിക്കനിൽ 3-4 കണ്ട അവന് കഴിച്ചിട്ടാ, അതായത് ചിക്കൻ പൊരിച്ചാൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാനും അവനും പാടെ സൈസാക്കി. ഇപ്പോൾ ചോറിന് ഇവിടെ ഇങ്ങനെ ഹൈവേൻ്റെ വക്കിൽ വലിയ 2 ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഈ ചുറ്റുവട്ടാരം ഫുള്ള് ലൈറ്റാണ്. ഞാൻ തന്നെ ബെഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇട്ടു. ആരോ വിളിക്കണ്ടിനെ, നോക്കട്ടെ. ആ ഇപ്പം വിളിച്ചതാരറിയുന്നത് എന്താ ഓരോ മനുഷ്യർ. നമ്മൾ മറ്റേ ചിദംബരത്ത് വർക്ക്ഷോപ്പിൻ്റെ പണിയെടുത്തില്ലേ, വണ്ടി കയറ്റിയില്ലേ, പണിയെടുത്തില്ലേ, മൂപ്പര് വിളിച്ചാണ്ട് അന്വേഷിക്കുവാണ് ഇപ്പം എങ്ങനെയുണ്ട്, ലീക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ലീക്കാണ്, ഇത് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു എന്നോട്, ഞാൻ അപ്പോളേ പറഞ്ഞതല്ല എന്നോട് ഇത് റെഡി ആവില്ല, ഇത് ഫുള്ളായിട്ട് കഴിച്ച് പണിയെടുക്കണം, ഇനി അങ്ങനെ തന്നെ ഓടിക്കഴിഞ്ഞാൽ വഴിയിൽ കുടുങ്ങുമെന്നാണ് മൂപ്പര് പറയുന്നത്. ഒരു ആംബുലൻസ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും നാളെ തഞ്ചാവൂരിൽ എന്തായാലും ഇതിൻ്റെ പണി എടുക്കാൻ തന്നെയാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ മൂപ്പരെ ബ്രദർ തഞ്ചാവൂരിലുണ്ട്, മൂപ്പര് വിളിച്ച് അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. രാവിലെ എന്തായാലും തഞ്ചാവൂർക്ക് പോയിട്ട് തഞ്ചാവൂരിൻ്റെ പെരിയ കോവിലിൻ്റെ അടുത്താന്ന് തോന്നുന്നു, അവിടെ നിന്ന് അന്വേഷിച്ച് ആളെ കണ്ടുപിടിച്ച് വർക്ക്ഷോപ്പ് മൂപ്പര് എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് തരും. ഡീസൽ വണ്ടിയല്ലേ, നോക്കാം നമുക്ക്. എന്നാലും വർക്ക്ഷോപ്പുകാരൻ അയാൾക്കൊക്കെ എന്നോട് എന്ത് ബന്ധമുള്ളത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ നമ്പർ ഒരു വാങ്ങിയായിരുന്നു, പക്ഷേ എങ്കിൽ ഞാൻ വിളിച്ചിങ്ങനെ അന്വേഷിക്കുന്നൊന്നും ഞാൻ കരുതിയതേ അല്ല. എന്നാൽ പിന്നെ ഞാൻ കിടക്കുവാണ്. പിന്നെ വിരി വിരിച്ചിട്ടില്ല. വിരി നനവുണ്ട്. നനവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വിരിച്ച് എടുത്ത് വെച്ചതാണ്. ഇന്നലെ മഴ പെയ്തില്ലേ, അപ്പോൾ ആ സൈഡിട്ട് നനഞ്ഞിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇടണ്ടെന്ന് കരുതി ഞാൻ. അങ്ങനെ ഞാൻ കിടക്കുവാണ്. നാളെ നമുക്ക് വണ്ടീൻ്റെ പണി എടുക്കണം, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അതും തീർക്കണം. അപ്പോൾ അത്തരം പരിപാടികളൊക്കെയാണ് നാളെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നാളെ അവിടുന്ന് മൂവ് ആകുമെനിക്കറിയില്ല. നാളെ തഞ്ചാവൂർ നമ്മൾ ഇറങ്ങി കളിക്കേണ്ട സ്ഥലമാണ്. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വിളിച്ച് പോയി എൻ്റെ ചെയ്യണം. അടുത്ത നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.